ഞാൻ സെമിനാറിൽ പ്രവേശിച്ച ആദ്യ വർഷം സ്പിരിച്വാലിറ്റി പഠിപ്പിച്ച അച്ഛൻ ഒക്കേഷനെ കുറിച്ച് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. അന്ന് അച്ഛൻ ഡിഫറെൻ്റ് ഒക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഏത് ദേവിളിയാണ് ഏറ്റവും മേന്മയുള്ള ദേവിളി? ഓപ്ഷൻസ് 4 കുടുംബജീവിതമുണ്ട്, പൗരോഹിത്യമുണ്ട്, സന്യസ്തത ഉണ്ട്, ഏകാന്ത ജീവിതമുണ്ട്. ഞങ്ങളെല്ലാവരും പറഞ്ഞു പൗരോഹിത്യമാണ് ഏറ്റവും നല്ല ദേവിളി. കാര്യം ഇത്രയും ലോങ് ഇയേഴ്സ് പ്രിപ്പറേഷനാണ്, ഇതിനേക്കാൾ വലുത് മറ്റെന്താണുള്ളത്? അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഞങ്ങളെ തിരുത്തി. അങ്ങനെയല്ല, സഭ ഒന്നിനെയും ഉയർത്തിയും താഴ്ത്തിയൊന്നും കാണുന്നില്ല, എല്ലാം തുല്യം തന്നെയാണ്. എന്നിട്ട് അച്ഛൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ഇനി നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിക്ക് ഏതാണ് ഏറ്റവും വലുതെന്ന്. ഞാൻ പറയും കുടുംബജീവിതമാണ് ഏറ്റവും വലുതെന്ന് പറയും. കാര്യം എല്ലാ ദേവിളിയും ഉണ്ടാകുന്നത് ഈ കുടുംബജീവിതത്തിൽ നിന്നാണ്. ഇതിൽ തട്ടാതെ ഒരു ദേവിളിയും ഈ ഭൂമിയിൽ പിറന്നു വീഴില്ല. ഒരാൾക്ക് പുരോഹിതനാകണമെങ്കിലും സന്യസ്തനാകണമെങ്കിലും ഏകാന്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലൊക്കെ കുടുംബത്തിൽ നിന്ന് വേണം ഇറങ്ങി വരാനായിട്ട്. ശരിയാണെന്ന് തോന്നുന്നു, കുടുംബം തന്നെയാണ് ഏറ്റവും വലുത്. ഒരു പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ ഏറ്റവും അധികം ഏത് വിളി സ്വീകരിച്ചവരാണ്? വിവാഹ ജീവിതം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തെ സഭയും നമ്മളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ കാണണം. ഇത് ഗോസ്പൽ കല്യാണവുമായി ബന്ധപ്പെട്ടാണ്. നിയമത്തിൻ്റെ കുരുക്കിൽ നിന്നുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാവുന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ ക്രിസ്തുവിനെ എത്ര മനോഹരമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയൊന്നും നിയമങ്ങൾ പറഞ്ഞ് ഒരു ബന്ധങ്ങളും തകർന്നു പോകാൻ പാടില്ല. എന്തിൻ്റെയൊക്കെ പേരിൽ അതിനെ ചേർത്ത് വയ്ക്കാനും കൂട്ടിക്കെട്ടാനും നോക്കിക്കൊണ്ടിരിക്കണം. അതാണല്ലോ വിവാഹത്തിൽ സംഭവിക്കുന്നത്. ഒരു പെണ്ണും ചെറുക്കനും ആൾക്കാരുടെ മുമ്പിൽ വരുന്നു, അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആവശ്യത്തിലെത്തുമ്പോൾ അവർ പരസ്പരം കരഞ്ചേർത്ത് പിടിച്ച് പറയുന്ന വാക്കെന്താണ്? സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്താപത്തിലും സമ്പത്തിലും മരണം വരെ കൂടെ എന്നുള്ള ഇത് വാക്കാണ്. ദൈവത്തിനും മനുഷ്യരുടെ മുമ്പിൽ വെച്ച് കൊടുത്ത വാക്കാണ്. ഈ വാക്കിൽ കരഞ്ചേർത്ത് നിൽക്കുമ്പോൾ പുരോഹിതൻ അൽമേൽ കുരിശു വരയ്ക്കും. എന്നിട്ട് പറയും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അത് ആശീർവാദമാണ്, വചനത്തിന് മേലുള്ള ആശീർവാദം. പറഞ്ഞ വാക്കിന് മേൽ വചനം കൊണ്ട് ആശീർവദിക്കുമ്പോൾ പിന്നെ അത് പൊട്ടിക്കാൻ മനുഷ്യർക്കാർക്ക് അവകാശമില്ല. എനിക്ക് പരിചയമുള്ള സിസ്റ്ററുണ്ട്, ട്രൈബ്യൂണലാണ് വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്ററോട് ചിലപ്പോഴിങ്ങനെ സംസാരിക്കുമ്പോൾ ഏറെ വേദനയോടുകൂടി പറയുന്ന ഒരു കാര്യം ഇതാണ്, നള്ളിഫ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇങ്ങനെ രൂപത കോർട്ടിലെത്താറുണ്ട്. വരുന്നവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ട്, ഒത്തിരി വേദന തോന്നാറുണ്ട്. ഇനി ഇവരെ ഏത് രീതിയിൽ ഒന്നിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഒത്തിരി വേദനയോടുകൂടിയാണ് എല്ലാ പ്രാവശ്യവും ഓരോ നള്ളിഫ് ചെയ്യുന്ന കേസുകളും എഴുതി തീർക്കാവുന്നത്. എനിക്ക് തോന്നുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്രത്തോളം മനസ്സിൽ വേദന തോന്നുന്നത്? അവരുടെ നന്മ കൊണ്ട് മാത്രമല്ല, ദൈവം യോജിപ്പിച്ചതായതുകൊണ്ട് അങ്ങനെയൊന്നും മനുഷ്യർക്ക് അവരുടെ കരം കൊണ്ട് ആരുടെയും മാരേജിനെ നള്ളിഫ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ചില സാഹചര്യങ്ങൾ ഇങ്ങനെ കൊണ്ടെത്തിക്കുമ്പോൾ വേറെ വഴിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു, ഇത്രയധികം വേദനിച്ചൊക്കെ കുടുംബങ്ങൾ തകരുകയും കുടുംബങ്ങൾ വേർപിരിയാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പറഞ്ഞ വാക്കിനും ആശീർവദിക്കപ്പെട്ട ഇടത്തെയും ഓർത്താൽ പോരെ. അന്ന് ആ ദേവാലയത്തിന് മുമ്പ് വെച്ച് പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ഓർക്കും നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുടുംബം തകരും തോന്നിയാൽ, സ്നേഹബന്ധങ്ങൾ വീണു പോകുമെന്ന് തോന്നിയാൽ പരസ്പരം കരം ചേർത്ത് പിടിക്കണം. കണ്ണും പൂട്ടി തിരുഹൃദയത്തിന് മുമ്പിൽ ചെന്നിട്ട് അൾത്താരയാണ് എന്നുള്ള ഓർമ്മയിൽ പറയണം. സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും കൂടെ ഒന്നുമുള്ള എവിടെയും പോവില്ല. ഈ പറയുന്നിടത്ത് നിങ്ങളെ ആശീർവദിച്ച ആ വചനം നിങ്ങൾക്ക് ഓർമ്മ വരും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തെ ആരും തകർക്കാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.